ആ പടക്കൂട്ടത്തിന്റെ നടുക്ക് തന്റെ രഥത്തിൽ അർജുനൻ നിൽക്കുകയാണ്, സർവസജ്ജനായി, ഫുൾ കോൺഫിഡൻസോടെ. ലക്ഷ്യമെന്താണെന്ന് നല്ല ക്ലിയർ ആയിരുന്നു അല്ലേ? ധർമ്മം രക്ഷിക്കണം, യുദ്ധം ജയിക്കണം. ആ നിമിഷം വരെ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരു സാധാരണ സംഭാഷണം പോലെ തേരാളിയായ കൃഷ്ണൻ ആ വാക്കുകൾ പറയുന്നത്. വെറും സിമ്പിളായ ഒരു നിർദ്ദേശം, പക്ഷേ ആ വാക്കുകളാണ് എല്ലാം മാറ്റിമറിക്കാൻ പോകുന്നത്. അർജുനന്റെ ലോകം തലകീഴായി മറിയാൻ പോവുകയായിരുന്നു. ഒന്നാമത്തെ പോയിന്റ്, സഹോദരങ്ങൾ തമ്മിലുള്ള യുദ്ധം. നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് പുറത്തുനിന്നുള്ള ഒരു ശത്രുവിനോടുള്ള യുദ്ധമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി വാറാണ്. ഒരേ രക്തത്തിൽപ്പെട്ടവർ തമ്മിൽ വെട്ടിച്ചാകാൻ പോകുന്ന ഒരു യുദ്ധം. ശ്ലോകത്തിൽ കൃഷ്ണൻ അർജുനനെ പാർത്ഥ എന്നാണ് വിളിക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? പൃഥ്വിയുടെ മകനെ എന്ന്. ഇതൊരു വെറും വിളിയല്ല, അതിൽ സ്നേഹമുണ്ട്, അടുപ്പമുണ്ട്, പിന്നെ ഒരു ചെറിയ ബഹുമാനവുമുണ്ട്. ആ ഒരൊറ്റ വിളിയിൽ അവരുടെ ബന്ധത്തിൻ്റെ ആഴ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഇരു സൈന്യങ്ങൾക്കും നടുവിലെ രഥം. കൃഷ്ണൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ രഥം നേരെ കൊണ്ടുപോയി ആ രണ്ട് ആർമിയുടെയും നടുക്ക് നിർത്തി. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു നോ മാൻസ് ലാൻഡിൽ. അവിടെ നിന്നാൽ അർജുനന് രണ്ട് സൈന്യത്തെയും ഒരുപോലെ കാണാം. ആ കാഴ്ച അത് ഒരേ സമയം പെർഫെക്റ്റും എന്നാൽ അത്ര തന്നെ ഭയാനകവുമായിരുന്നു. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കൃഷ്ണൻ പറഞ്ഞത് പോയി യുദ്ധം ചെയ്യുന്നല്ല, പകരം കാണൂ എന്നാണ്. കാണാൻ. ആ ശ്ലോകത്തിലെ അപശ്യത് എന്ന വാക്കിൻ്റെ അർത്ഥം അവൻ കണ്ടു എന്നാണ്. പക്ഷേ ഇത് വെറുതെ കണ്ണുകൊണ്ട് കാണുന്നൊരു കാഴ്ചയല്ല, അതൊരു തിരിച്ചറിവായിരുന്നു. പതുക്കെ ഓരോന്നോരോന്നായി ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്നൊരു തിരിച്ചറിവ്. മൂന്നാമത്തെ കാര്യം, നഷ്ടങ്ങളുടെ ഒരു പട്ടിക. അങ്ങനെ നോക്കിയപ്പോൾ അർജുനൻ എന്താണ് കണ്ടത്? ഒരു ശത്രു സൈന്യത്തെയല്ല, ഒരിക്കലുമല്ല. പകരം അയാൾക്ക് പ്രിയപ്പെട്ടവരുടെ ഒരു നീണ്ട നിര, ബന്ധങ്ങളുടെ ഒരു വലിയ വലയാണ് അയാൾ മുന്നിൽ കണ്ടത്. ആ ലിസ്റ്റൊന്ന് നോക്കിയേ. പിതാക്കന്മാർ, പിതാമഹന്മാർ, അതായത് സ്വന്തം ഗ്രാൻഡ് ഫാദർ, ഭീഷ്മർ, ഗുരുക്കന്മാർ, ആയുധവിദ്യ പഠിപ്പിച്ച ദ്രോണാചാര്യർ, പിന്നെ അമ്മാവന്മാർ, സഹോദരന്മാർ, സ്വന്തം മക്കൾ, പേരക്കുട്ടികൾ, കൂട്ടുകാർ, ഭാര്യാപിതാക്കന്മാർ, വേണ്ടപ്പെട്ടവർ. ഈ ലിസ്റ്റിലെ ഓരോ വാക്കും അർജുനന്റെ നെഞ്ചിൽ തറക്കുന്ന ഓരോ അമ്പായിരുന്നു. നാലാമത്തെ പോയിന്റ്, ശത്രുക്കളെയല്ല കുടുംബത്തെയാണ് കാണുന്നത്. ഇനി വരാൻ പോകുന്നത് ഇതിലും വലിയൊരു ഷോക്കാണ്. അർജുനൻ ആരെയാണ് കണ്ടത് എന്നതിനേക്കാൾ പ്രധാനം അവരെ എവിടെയാണ് കണ്ടത് എന്നതായിരുന്നു. ആ ശ്ലോകത്തിൽ ഒരു വാക്കുണ്ട്, സേനയോരുഭയോരപി. എന്താ അതിൻ്റെ അർത്ഥം? രണ്ട് സൈന്യങ്ങളിലും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സ്ലൈഡിൽ കാണുന്ന പോലെ ഈ പറഞ്ഞ ബന്ധുക്കളൊക്കെ ശത്രുക്കളുടെ സൈന്യത്തിലും മാത്രമല്ല, സ്വന്തം സൈന്യത്തിലുമുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഒരു യുദ്ധമാകും? ഇത് കുടുംബത്തെ കൊള്ളുന്ന ഒരു കൂട്ടക്കൊലയല്ലേ? ഒരു നിമിഷം, ഈ ലിസ്റ്റ് നമ്മൾ കണ്ടല്ലോ. ഇതിൽ പ്രധാനപ്പെട്ട ഒരാളെ കാണാനില്ല. ആരാണത്? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഉത്തരം വളരെ സിമ്പിളാണ്, ശത്രുക്കൾ. അതെ, ആ ഒരു നിമിഷം അർജുനന്റെ കാഴ്ചയിൽ ശത്രു എന്നൊരു വാക്ക് തന്നെ ഇല്ലാതായിപ്പോയി. അത് പൂർണ്ണമായും മാഞ്ഞുപോയി. പകരം അവിടെ സ്നേഹബന്ധങ്ങളും രക്തബന്ധങ്ങളും ബഹുമാനവും മാത്രമുള്ള മുഖങ്ങളായിരുന്നു. അഞ്ചാമത്തെ കാര്യം, ഒരു പ്രതിസന്ധിയുടെ ഉള്ളറകൾ. അപ്പോൾ ഈ കാഴ്ച യഥാർത്ഥത്തിൽ എന്താണ് അർജുനന്റെ പ്രതിസന്ധിയെക്കുറിച്ച് നമ്മളോട് പറയുന്നത്? എന്തുകൊണ്ടാണ് ഇത് ഇന്നും നമുക്കെല്ലാവർക്കും പ്രസക്തമാകുന്നത്? അർജുനന്റെ ആ തളർച്ച അത് വെറുമൊരു പേടിയായിരുന്നില്ല, അതൊരു കോംപ്ലിക്കേറ്റഡ് പ്രതിസന്ധിയായിരുന്നു. ഒരേ സമയം ബുദ്ധി കൊണ്ടുള്ള ഒരു പ്രശ്നം, കാരണം കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി പോയി. പിന്നെ വികാരങ്ങളുടെ ഒരു പ്രശ്നം, ദുഃഖവും നിരാശയുമൊക്കെ. അതിനെല്ലാം ഉപരി ധാർമ്മികമായൊരു പ്രതിസന്ധി. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് തീരുമാനിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഈ പഴയ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത്? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബന്ധങ്ങളുടെ ഒരു ഭാഗമാണ്, അല്ലേ? നമ്മുടെ എതിരാളിയും ഒരു മനുഷ്യനാണെന്ന് തിരിച്ചറിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ തളർന്നു പോയേക്കാം. ശരിക്കും പറഞ്ഞാൽ ഏതൊരു പ്രശ്നവും ഏതൊരു സംഘർഷവും ഒന്നായിരിക്കേണ്ട എന്തോ ഒന്നിനെ കീറി മുറിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ചിലപ്പോൾ ഇങ്ങനെയൊരു തകർച്ച ആവശ്യമായിരിക്കും. അതിൽ നിന്നായിരിക്കും വലിയ തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ ആ ശ്ലോകം നമ്മളോടും അതേ ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ നേരിടേണ്ടി വരുന്ന ആളുകളെ നോക്കുമ്പോൾ നിങ്ങൾ ആരെയാണ് കാണുന്നത്? ഒരു ശത്രുവെയോ അതോ നിങ്ങളെപ്പോലെ തന്നെയുള്ള ബന്ധങ്ങളൊക്കെയുള്ള ഒരു സാധാരണ മനുഷ്യനെയോ? ഈ ഒരൊറ്റ ശ്ലോകം, അതെ, ഈ ഒരൊറ്റ ശ്ലോകം ശത്രുക്കളുടെ സ്ഥാനത്ത് സ്വന്തംകാരെ കണ്ട ആ ഒരൊറ്റ കാഴ്ച, ആ കാഴ്ചയിൽ നിന്നാണ് പിന്നീട് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഭഗവത്ഗീത എന്ന വലിയ ജ്ഞാനമുണ്ടാകുന്നത്. ഒരു യോദ്ധാവിൻ്റെ തകർച്ചയിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തത്വചിന്തകളിലൊന്ന് ജനിച്ചു. ആ കാഴ്ചയുടെ ആഴം ഒരുപക്ഷെ ഇന്നും നമ്മളെ ചിന്തിപ്പിക്കാൻ പോകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.